നമസ്കാരം കൂട്ടുകാരെ, എനിക്കിന്ന് കുറച്ച് ഫ്രാഷ് മുട്ട് പറമ്പിൽ നിന്ന് കിട്ടി. അപ്പം നമുക്കൊരു സ്ക്വാഷ് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, രണ്ടായിട്ട് കീറി അതിനുള്ളിലുള്ള പൾപ്പെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ശേഷം നല്ല വിസ്ക് ചെയ്യുക. എനിക്ക് അതില്ലാത്തതുകൊണ്ട് ഞാൻ നല്ല സ്പൂൺ എടുത്തിട്ട് ആണ് ഇളക്കുന്നത്. ശേഷം ഒരു മെഷർമെൻറ്റ് പാത്രത്തിലേക്ക് മാറ്റുക. എനിക്ക് പാത്രമില്ലാത്തതുകൊണ്ട് ഒരു കപ്പിലേക്ക് ഞാൻ മാറ്റി. ആവശ്യത്തിന് നമ്മൾ പഞ്ചസാര എടുക്കുക, ആവശ്യത്തിന് വെള്ളം എടുക്കുക. വെള്ളം എന്ന് പറയുമ്പോൾ എത്ര പൾപ്പുണ്ടോ അതിൻ്റെ ഒരു പകുതിയോളം എടുത്താൽ മതിയാവും. ശേഷം ആ പഞ്ചസാര നല്ല ലയിപ്പിക്കുക, നല്ല ചൂടാക്കുക. നല്ല തിളച്ചതിന് ശേഷം നമുക്ക് ഇഞ്ചിയുടെ സ്വാദ് ഇഷ്ടമാണെങ്കിൽ ഇഞ്ചി നല്ല ചതച്ചിടുവാണെങ്കിൽ ഏറ്റവും നല്ലത്. ശേഷം നല്ല തിളച്ചതിന് ശേഷം നമ്മൾ നാശമായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ നീര് ഒരു 3 നാരങ്ങ നല്ല അതിലേക്ക് ഒഴിക്കുക. നാരങ്ങ നീര് നല്ല പിഴിഞ്ഞൊഴിക്കുക. ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ പൾപ്പ് നമ്മൾ ചൂടാക്കണം. നല്ല ചൂടായ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഒരാഴ്ച 2 ആഴ്ചക്കുള്ളിൽ തീർക്കാനാണെങ്കിൽ ചൂടാക്കണമെന്നില്ല. ഇതിപ്പോൾ 1 വർഷം വരെ നമുക്കിത് കേടാവാതെ കിട്ടും. അപ്പോൾ ഞാൻ ഇതിനു മുന്നേ ഒരുപാട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ചെയ്തപ്പോൾ നിങ്ങളെ കാണിക്കണം തോന്നി. അപ്പോൾ ഇതിന് ശേഷം ഈ ലായനി നല്ല ചൂടായതിനു ശേഷം, അത്യാവശ്യം തിളച്ചോട്ടെ, നല്ല ചൂടായിക്കോട്ടെ. അത്യാവശ്യം ചൂടായതിനു ശേഷം കണ്ടോ ഇങ്ങനെ തള വരും. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ വെള്ളം അരിച്ചൊഴിക്കുക. അതൊന്നും ഇഞ്ചിയുടെ പീസൊന്നും അതിലേക്ക് വരണ്ട, ആ വെള്ളം മാത്രം വരുന്ന രീതിയിൽ അതിലേക്ക് ഒഴിക്കുക. ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് നല്ല തണുപ്പിക്കാൻ വെക്കണം. നല്ല തണുത്തോട്ടെ. നല്ല തണുത്തതിന് ശേഷം അതും വീണ്ടും ഇളക്കണം കേട്ടോ. നല്ല ഇളക്കി ഒന്ന് മിക്സാക്കണം. ശേഷം നമ്മൾ തണുപ്പിക്കാൻ വെച്ചു, തണുത്തു. നമ്മൾ അപ്പോൾ വീണ്ടും വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. കുപ്പിയുടെ പാത്രത്തിലേക്ക് മാറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഈ കുനിയിലൊക്കെ ഉണ്ടെങ്കിൽ ഒഴിക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ എനിക്ക് 2 പാത്രത്തിൽ കിട്ടി. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. അപ്പോൾ നമുക്ക് 1 വർഷം വരെ നമുക്ക് കേടാവാതെ സൂക്ഷിക്കാം. നമുക്ക് ടൈറ്റിൽ വെക്കരുത്. അപ്പം നമുക്ക് ഇത് നമ്മുടെ വിരുന്നുകാരൊക്കെ വന്നാൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ ഇത് നോക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ട്, ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയുണ്ട്? സൂപ്പറാ? പറ, നമ്മൾ പ്രേക്ഷകരോട് പറ. സൂപ്പറാ? അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറ. ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു പറ. എല്ലാവരും ബൈ ബൈ പറ. ഞാൻ ഇതിനു മുന്നേ മാംഗോ പൾപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത ദിവസം എനിക്ക് നല്ല മാങ്ങ കിട്ടിയാൽ ഞാൻ വീഡിയോ ഉണ്ടാക്കാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.